അതെ, എല്ലാവരും സന്തോഷത്തോടുകൂടി പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് നശിച്ച് താഴത്തെത്തി എന്ന് എനിക്ക് ഈ അടുത്ത കാലത്താണ് കൂടുതൽ തോന്നിയത്. കാരണം പണ്ടൊക്കെ ഈ UDF എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായത് തൃശ്ശൂർ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലൊരു ഓഫീസ് റൂമുണ്ട്. അതൊന്നും ഇപ്പോൾ ആരും പറയില്ല, പറഞ്ഞാൽ അവർക്ക് നാണക്കേടാണ്. കാരണം ഇപ്പോൾ വന്നവരാണ് UDF ഉണ്ടാക്കിയതെന്നാണ് അവർ ഭാവം കണ്ടാൽ തോന്നുക. ആ റൂമിൽ നിന്നുണ്ടായ UDF അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പം UDFൽ ഒന്നും നടക്കില്ല. പക്ഷെ ഇന്ന് പ്രമുഖമായൊരു സമുദായം അവരെ എന്താ പറയുക, അവർ പറയണത് നമ്മൾ കേൾക്കേണ്ട ഗതികേടിലേക്ക് എത്തി. ഒരു വാക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യം ഇന്ന് കോൺഗ്രസിനുണ്ടോ? ഞാൻ ആ സമുദായത്തെ കുറ്റം പറയില്ല. കാരണം അവരവരുടെ മിടുക്ക് കാണിക്കുന്നു, അവരവരുടെ പാർട്ടി വളർത്തുന്നു, അതിനവരെ നമുക്ക് കുറ്റം പറയാനില്ല ഞാൻ വന്നത്. പക്ഷെ കോൺഗ്രസിൻ്റെ ഗതികേട് പറയുകയാണ് ഞാനിവിടെ. ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം താണു പോയി. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ വന്നപ്പോൾ ഇന്നലെ പത്മിനി തോമസും ഒക്കെ തുടക്കമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ബൂത്തിലും ഒരാളെങ്കിലുള്ള ഒരാളാണ് ഞാൻ. അത് എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും. ഞാൻ ഒരു തിരിച്ചു പോകാൻ വന്നതല്ല. ഞാൻ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരാളാണ്. അറിയാമല്ലോ, ഇത്രയും ചവിട്ടും കുത്തും അപമാനവും എല്ലാം സഹിച്ച് ആ പാർട്ടിയിൽ ഞാൻ നിന്നിരുന്നു. പല രാത്രികളിലും ഞാൻ വന്ന് കരയാറുണ്ട്. കാരണം അത്രയധികം പുച്ഛമാണ് സ്ത്രീകളോട്. അത് എത്ര വലിയ ആളുടെ മക്കളായാലും കുഴപ്പമില്ല, അത് പെണ്ണായോ തീർന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഇങ്ങനൊരു രംഗം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. എത്രയോ കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പെണ്ണുങ്ങൾ, ഇനി അഥവാ പെണ്ണുങ്ങളുടെ സീറ്റൊന്ന് മുമ്പിലിട്ടാൽ നേതാക്കന്മാർ വന്ന് അത് കീറി പിന്നിലേക്ക് ഇടും. അവർ കയറിയിരിക്കും. നമ്മൾ ആരോട് ചോദിക്കും? നമ്മുടെ പേരേ ഇല്ല, ആ പേരൊക്കെ അങ്ങ് വെട്ടും. അപ്പം ആ രീതിയിൽ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും ഇന്ന് 50 വയസ്സിന് താഴെ എത്ര പേരുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ? നമ്മളൊരു യൂത്ത് കോൺഗ്രസ് മീറ്റിംഗ് നടത്തിയാൽ യൂത്ത് കോൺഗ്രസ്സിൽ വരുന്നൊക്കെ 55-60 വയസ്സായ ആൾക്കാരാണ്. അപ്പം ആ രീതിയിൽ പാർട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ല. എല്ലാവർക്കും ആവശ്യമുള്ള അഹങ്കാരവും എല്ലാം ഉണ്ട്. അതായത് ഒരാൾ പാർട്ടി നന്നാക്കാനാണ് ഇന്ന് BJP ഒക്കെ ശ്രമിക്കുന്നത്. ഇവർ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം പിന്നെ നമുക്ക് മാത്രമായിട്ട് കിട്ടുമല്ലോ. പണ്ടത്തെ കാലത്ത് 2 ഗ്രൂപ്പായിരുന്നു. അത് ഒരു ആരോഗ്യകരമായ മത്സരം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഓരോ വ്യക്തിക്കും ഗ്രൂപ്പാണ്. രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര എന്ന് ആരെയും കാണുമോ, കണ്ട് ചിരിച്ചാൽ മറ്റാൾ എന്നോട് പിണങ്ങി. അപ്പം അതുകൊണ്ട് കഴിയണതും ഞാനിപ്പോൾ ഒന്നിനും പോവാറില്ല. മനസ്സും അടുത്ത് രാഷ്ട്രീയമേ വേണ്ട എന്ന് വെച്ച് പോകാൻ നിന്ന ഒരാളാണ്. പക്ഷേ കുറേ കാലങ്ങളായി സത്യം പറഞ്ഞാൽ മോദിജിയുടെ കാര്യങ്ങളും വികസന കാര്യങ്ങളും, അദ്ദേഹം അമ്പലം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പറയാൻ നിന്നാൽ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ. ഈ വികസന പ്രവർത്തനം നടത്താൻ വേറെ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത, എന്താ പറയുക, നമുക്ക് കുടുംബം കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ്. അപ്പം ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇനി ആരോടും എന്നോട് എന്തിനാ BJP വന്നതെന്ന് ചോദിക്കേണ്ട, അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ഞാൻ വന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അനിൽ ആൻ്റണി, ഞങ്ങളുടെ അച്ഛന്മാർ ഗ്രൂപ്പ് നല്ലോണം കളിച്ചിട്ടുണ്ട്. 2 പേര് അത്യാവശ്യം ഗ്രൂപ്പൊക്കെ കളിച്ച ആൾക്കാരായിരുന്നു. പക്ഷെ ഞങ്ങൾ മക്കൾ തമ്മിൽ അന്നും ഭയങ്കര സ്നേഹമായിരുന്നു. ഇവർ ഗ്രൂപ്പ് കളിക്കും, ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കും. അപ്പം ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് അനിൽ ആൻ്റണി ഞാൻ വിളിക്കാതെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യം വരുന്നത് അനിലിൻ്റെ അടുത്തേക്ക് ആവണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കാര്യം, തൃശ്ശൂരിൽ നിന്ന് വരുന്ന എനിക്ക് എല്ലാ ജില്ലയിലും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ഇപ്രാവശ്യം BJP അക്കൗണ്ട് തുറന്നിരിക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. അത് എത്ര എണ്ണം എന്ന് നോക്കിയാൽ മതി. ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ ഇവിടെ അധികാരത്തിലേക്ക് BJP എത്താൻ. ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ്. എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട്. അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ്. എൻ്റെ പിന്നാലെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിന്നാലെ ഇനി പലരും വന്നുകൊണ്ടിരിക്കുക. അതെൻ്റെ മഹത്വമല്ല, ഞാൻ പാവം. കാരണം അവർ പറയുന്നുണ്ടല്ലോ, പത്മജ പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന്. പത്മജ പോയതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്ക് ഇലക്ഷൻ കഴിയും പറയാം എന്താണെന്നുള്ളത്. വേറെ ഒന്നുകൊണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല. എൻ്റെ ദുഃഖങ്ങൾ ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർക്ക് അറിയാം, നേതാക്കൾക്ക് അറിയില്ല. അപ്പോൾ ആ പാർട്ടി പ്രവർത്തകർ വളരെയധികം സങ്കടത്തോടുകൂടി എന്നെ വിളിക്കാറുണ്ട്.
അവരെല്ലാം ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത്. ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമല്ല, ഇത്രയും കാലം കെ കരുണാകരൻ്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയതിൻ്റെ ആ പരിചയത്തിലാണ് ഞാൻ പറയുന്നത്. അച്ഛനൊരു രാഷ്ട്രീയത്തിലൊരു എന്താ പറയുക, എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു. അത് മുഴുവൻ കൂടെ ഒന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഇതുവരെ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ കാരണം അവർ സമ്മതിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്നാ പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ്. ബന്ധങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ട് നടക്കാറ്. എന്തുകൊണ്ടാണ് PC ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്തത്? വേറെ ആരോ പറഞ്ഞാൽ എന്നെ പറയില്ല അദ്ദേഹം, കാരണം എന്നെ അത്ര ഇഷ്ടമാണ്. അപ്പം ആരോ പറഞ്ഞു PC ജോർജ് സാറിനെ നല്ലത് പറയിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല കേട്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് അദ്ദേഹത്തിന് ഒരു മൂത്ത സഹോദരനെ പോലെ ഇഷ്ടമാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നവർക്ക് ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഞാൻ അതാണ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളാണ് നമ്മളെ രാഷ്ട്രീയ ആയാലും എന്തായാലും വ്യക്തിബന്ധങ്ങൾ പ്രധാനമാണ് നമുക്ക്. അതുകൊണ്ട് ആ വ്യക്തിബന്ധങ്ങളും എനിക്കുള്ള ചെറിയ കഴിവുകളും, വലിയ കഴിവെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇപ്പം 7 ദിവസമായി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ കഴിവില്ലാത്തതാണെങ്കിൽ എന്നെ എന്തിനാ ചീത്ത പറഞ്ഞാൽ എന്നെ വിട്ടൂടെ? എന്നെ അങ്ങനെ ദിവസം കാരണം ഉണ്ടാക്കി ചീത്ത പറയാം. ഈ പറയുന്ന ആളുകളാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, അറിയോ? നിങ്ങൾ ഏതാളാണ് എനിക്കെതിരെ കൂടുതൽ പറയുന്നതെന്ന് നോക്കിക്കോ, അവരാണ് എന്നെ പുറത്താക്കിയതിൻ്റെ പിന്നിൽ. അതിൻ്റെ കാര്യം എന്നെങ്കിലും ഞാൻ ഇത് തുറന്നു പറയാണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. അല്ലെങ്കിൽ അന്നൊക്കെ എല്ലാവരും വിചാരിച്ചു എല്ലാ ചവിട്ടും കുത്തും കൊണ്ട് ഞാനിവിടെ കിടക്കുന്നു. അതില്ലാന്നിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സ് എനിക്കുണ്ട്. അത് പറഞ്ഞിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങേ ലോകത്ത് പോയാൽ എനിക്ക് മോശം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്രയും ചതികൾ സഹിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ സങ്കടപ്പെട്ടും കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. എത്രമാത്രം അപമാനം എൻ്റെ അച്ഛൻ സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നെ ശപിക്കില്ല. അച്ഛനറിയാം ഞാൻ അത്രമാത്രം സഹിച്ച ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും സഹായവും മനസ്സുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഈ പാർട്ടിക്ക് ഞാൻ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും ഞാൻ പ്രചരണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തീർച്ചയായിട്ടും നിങ്ങൾ അനിൽ ആൻ്റണീനെ ജയിപ്പിക്കണം. അനിൽ ആൻ്റണിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞവരോട് എനിക്കൊരു ഉത്തരവേ പറയാനുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും 2 മുഖ്യമന്ത്രിമാരുടെ മക്കളാണ്. ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കൾ വരും കേട്ടോ, പേടിക്കണ്ട. അടുത്ത് കുറേ പേര് നിൽക്കുന്നുണ്ട്. ഈ ഞങ്ങൾ കുടുംബത്തിൽ ഇപ്പോൾ AK ആൻ്റണി ആണെങ്കിലും കെ കരുണാകരനാണെങ്കിലും വീട്ടിൽ രാഷ്ട്രീയക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ കണ്ടുപഠിച്ചത് വീട്ടിലെ രാഷ്ട്രീയമാണ്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ പിതാവ് MLA ആണ്. പിന്നെ 5 വയസ്സിൽ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി എല്ലാം ആയതുകൊണ്ട് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മാത്രം തരണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എല്ലാ ഉയർച്ചയ്ക്കും ഒരു പതനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഒരാളായിട്ട് ഞാനുണ്ടാവും. ഞാൻ പറയും 9 വയസ്സ് തൊട്ട് 90 വയസ്സുകാരുടെ പത്മേച്ചിയാണ് ഞാൻ, നിങ്ങളുടെയും പത്മേച്ചിയാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ വന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി എന്നെ അംഗീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനിൽ ആൻ്റണീനെ ജയിപ്പിക്കണം, അതെൻ്റെ അനിയനാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.